സന്തോഷം, സമാധാനം, സംതൃപ്തി. ഈ 3 അവസ്ഥകളാണ് നമുക്ക് ജീവിതത്തിൽ എപ്പോഴും വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ജനിച്ചു വീണ നിമിഷം തൊട്ട് മരിച്ചു വീഴുന്ന സമയം വരയ്ക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പിന്നിൽ, ജീവിതം എന്ന പ്രതിഭാസത്തിൻ്റെ പുറകിലുള്ള രഹസ്യം എന്താണ് എന്നതിനെക്കുറിച്ച് നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതായത് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ഈ ജീവിതം എനിക്ക് വേണ്ടി ഭാവിയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഞാൻ ധനികനാകുമോ, ഞാൻ ആരോഗ്യവാനാകുമോ, പ്രശസ്തനാകുമോ, ഇങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ഉള്ളിലുള്ള എന്തോ ഒരു പോരായ്മ നമുക്ക് എപ്പോഴും തോന്നും. ഇത് പോരല്ലോ, അത് പോരല്ലോ എന്ന് ഒരു കുറവ്, ഒരു പോരായ്മ ജീവിതത്തിലെ മിക്കവാറും നിമിഷങ്ങളിലൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. ഒരു പക്ഷേ ചിലപ്പോൾ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പുരോഗമിക്കാനുള്ളതിൻ്റെ പ്രചോദനമാകുന്നതും. പക്ഷെ നമുക്ക് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്രചോദനം അനുസരിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ നിരന്തരം നമ്മൾ പരിശ്രമിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ കിട്ടിയാലും ഏതൊക്കെ നിലകൾ നമ്മൾ അടഞ്ഞാലും നമുക്ക് ഈ പോരായ്മ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകില്ല. എന്തോ ഒന്ന് കുറവുണ്ട് നമുക്ക്. നമ്മൾ ഉദ്ദേശിച്ച ഫലം, ഉദ്ദേശിച്ച സംതൃപ്തി, ഉദ്ദേശിച്ച സന്തോഷം, സമാധാനം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു നിലയിലായിരിക്കും നമ്മൾ മിക്കവാറും വർഷങ്ങൾ പിന്നിടുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം, നിരന്തരമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഒരു പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് നമ്മുടെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് അതിനെന്താ വഴിയെന്ന് വെച്ചാൽ, നമുക്ക് യാഥാർത്ഥ്യം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒരു സൂചന കിട്ടിയാൽ ഒരു പക്ഷേ നമുക്ക് ഈ പോരായ്മകൾ, ഈ വിടവ് നമുക്ക് നികത്താൻ സാധിച്ചു എന്ന് വരും. അപ്പം അതിന് എന്താണ് എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ശാസ്ത്രവും ആധ്യാത്മികതയും ഒന്നിനോടൊന്ന് ചേർന്ന് നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ആരായാൻ തുടങ്ങിയാൽ, അന്വേഷിക്കാൻ തുടങ്ങിയാൽ ഒരു പക്ഷേ നമുക്ക് ഇതിൻ്റെ ഉത്തരങ്ങൾ കിട്ടിയെന്ന് വരും. പക്ഷെ അതിലും എന്താണ് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് അറിഞ്ഞാൽ മാത്രം പോരാ, ശാസ്ത്രത്തെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രം പോരാ, ആധ്യാത്മികതയെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രം പോരാ. അത് അനുഭവമായി മാറുമ്പോൾ മാത്രമേ നമുക്ക് ഈ യാഥാർത്ഥ്യം എന്താണെന്ന് ഇത് മനസ്സിലാകുകയും ഈ പറഞ്ഞ നമ്മുടെ പോരായ്മകളും കുറവുകളും നികത്തി നമ്മുടെ ഉള്ളിൽ ഒരു സമാധാനവും സംതൃപ്തിയും വരും. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഈ കാര്യങ്ങൾ പരിഹരിക്കാമെന്നതിനെ കുറിച്ച് നമ്മളൊരു ചർച്ച നടത്തി നോക്കാം. ഇപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ബോധത്തെക്കുറിച്ചാണ്. ബോധത്തിൻ്റെ പ്രത്യേകത, സവിശേഷത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും തോറും നമുക്ക് ഈ യാഥാർത്ഥ്യം എന്താണെന്നതിനെ കുറിച്ചും ഒരു ധാരണ വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ആദ്യം അതിനെ ഒരു കഥ പറയാം. ആ കഥ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ആ കഥയുടെ സാരാംശം, ആ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു പക്ഷേ അതിൻ്റെ അഗാധമായിട്ട് അതിൽ ഒളിഞ്ഞു കിടക്കുന്ന അതിൻ്റെ സാരാംശം എന്താണെന്നുള്ളത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ആ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാജാവിൻ്റെ കഥയാണ്. ആ രാജാവ് എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ ശേഷം ഒരു ഉച്ച ഉറക്കത്തിന് പോവുകയാണ്. അപ്പം ആ ഉച്ച ഉറക്കത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ രാജാവ് ഉറക്കത്തിൽ ഒരു ഭിക്ഷക്കാരനാകാണ്. അപ്പോൾ ഒരു മരുഭൂമിയിലാണ് അദ്ദേഹം ആ ഭിക്ഷക്കാരനായി നടന്നു പോകുന്നത്. വിശപ്പ് സഹിക്കാൻ വയ്യാതെ, ചൂട് സഹിക്കാൻ വയ്യാതെ അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി, കുറച്ച് ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞു തിരിയുകയാണ്. അങ്ങനെ ചെല്ലുമ്പോൾ ആ മരുഭൂമിയിൽ തന്നെ ഒരു ചെറിയ കുടിലൊരിടത്ത് കാണുന്നു അദ്ദേഹം. അതിൻ്റെ മുമ്പിൽ ചെന്ന് തന്നിട്ട് ഭിക്ഷ ചോദിക്കണം, അമ്മേ എനിക്ക് എന്തെങ്കിലും തരണം എന്ന് വീട്ടിലുള്ള വീട്ടമ്മയെ ഉദ്ദേശിച്ച് അദ്ദേഹം പുറത്തു നിന്നുകൊണ്ട് വിളിച്ച് പറയുകയാണ്, ഇങ്ങനെ എനിക്ക് ഭക്ഷണം എന്തെങ്കിലും തരണം എന്ന് പറയുമ്പോൾ ആ വീട്ടമ്മ അത് കേട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു റൊട്ടി കഷ്ണം എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ എറിഞ്ഞു കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ രാജാവ് അതിൻ്റെ പുറകെ ഓടുകയാണ്. അപ്പോഴാണ് രാജാവ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പുറകെ ഒരു നായും ഓടി വരുന്നിട്ടുണ്ട്. അതിലും വിശപ്പ് സഹിക്കുകയാണ്, അത് ഓടി വരികയാണ്. ഓടി വന്ന അവസാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജാവ് ഓടുകയാണ്, അതിൻ്റെ പിന്നാലെ നായ രാജാവിനെ ഓടിച്ചുകൊണ്ട് പുറകെ പോകുന്ന ഒരു സ്ഥിതിവിശേഷമായി അവിടെ. എന്നിട്ട് ഈ നായയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി രാജാവ് ശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ട് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ഈ നായ കയറി രാജാവിന്റെ കാലിൽ കടിക്കുന്നു. കടിച്ച ഉടനെ രാജാവ് താഴെ വീഴാണ്. താഴെ വീണ് കഴിഞ്ഞ ഉടനെ അദ്ദേഹം കണ്ണൊക്കെ തുറന്നു നോക്കുന്നു. കാരണം കട്ടിൽ കിടന്ന് ഉറങ്ങുന്ന രാജാവ് കട്ടിലിൽ നിന്ന് ഉരുണ്ട് താഴെ വീണതാണ്. അദ്ദേഹത്തിന് ആകെ ഒരു പരിഭ്രമമായി, ഒരു ഭ്രമമായി. ഉടനെ മന്ത്രിമാരെയൊക്കെ വിളിച്ചു. എന്നിട്ട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ രാജാവായി ഉറങ്ങാൻ കിടന്ന ഞാൻ ഉറക്കത്തിൽ ഭിക്ഷക്കാരനായതാണോ, അതോ ഞാൻ ഭിക്ഷക്കാരനായിട്ടുള്ള ഞാൻ രാജാവായി കിടന്നതാണോ? ഇത് ഏതാണ് ഇതിൽ യാഥാർത്ഥ്യമെന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് എന്നെക്കുറിച്ച് ഒന്ന് പറയണം എന്ന് പറഞ്ഞാൽ ഓരോ മന്ത്രിമാരെയും വിളിച്ച് ചോദിക്കുകയാണ്. പക്ഷെ അവർക്ക് ആർക്കും അതിലൊരു ഉത്തരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതിൽ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ഒരു മന്ത്രി വിളിച്ച് ചോദിക്കുമ്പോൾ മന്ത്രി പറയും, ഞാൻ പറയാം ഇതിൻ്റെ ഉത്തരം. ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങയുടെ ബോധം എവിടെയാണോ അതാണ് അങ്ങയുടെ യാഥാർത്ഥ്യം എന്നാണ് ആ കഥയിൽ സാരാംശമായിട്ട് പറയണത്. ഇത് വളരെ വളരെ എന്താ പറയാ, ആഴത്തിലുള്ള ഒരു സന്ദേശമാണ്, ആഴത്തിലുള്ള ഒരു സംഗതിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ബോധം എവിടെയുണ്ടോ അതാണ് നമ്മുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പലതുണ്ട്. ഇതാണ് സംഗതി. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ എന്താണെന്ന് വെച്ചാൽ നമുക്കിനി അടുത്ത് ഇതിൽ നിന്ന് നമ്മൾ ശാസ്ത്രത്തിലേക്ക് കിടക്കാം. ശാസ്ത്രം എന്താണ് പറയുന്നത് നോക്കാം. ഇത് രണ്ടും കൂടെ നമ്മൾ ആധ്യാത്മികതയും ശാസ്ത്രവും രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഇടയിലുള്ള രഹസ്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിലൊരു സംഗതി എന്താ വെച്ചാൽ, സയൻസിലുള്ള ഒരു സംഗതി എന്താ വെച്ചാൽ, 2022 നോബൽ പ്രൈസ് ഫോർ ഫിസിക്സ്, അതിൻ്റെ വിഷയം എന്തായിരുന്നു വെച്ചാൽ, 3 ഫിസിസിസ്റ്റ് കൂടിയാണ് അതിൻ്റെ പ്രബന്ധം അവതരിപ്പിച്ചത്, ഈ തിയറി. അതിൽ അവരെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാണുന്ന ഈ പുറം ലോകം, നമ്മൾ ജീവിക്കുന്ന ഈ പുറം ലോകം യാഥാർത്ഥ്യമില്ല, അത് അയഥാർത്ഥമാണ്. ഇറ്റ് ഈസ് അൺറിയൽ എന്നുള്ള അതിനെക്കുറിച്ചുള്ള ഒരു തിയറിയും അതിൻ്റെ വിശകലനങ്ങളും പറയുന്നതിനാണ് അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയത്. അപ്പോൾ ഈ ഭൂലോകം, പുറം ലോകം, ഇത് യാഥാർത്ഥ്യമല്ല എന്നുള്ളത് ഇന്ന് സയൻസ് പറഞ്ഞു വരികയാണ്. അത് പ്രൂവ് ചെയ്യാണ്. പരീക്ഷ അവരുടെ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തി അവർ പ്രൂവ് ചെയ്യാണ്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ ആധ്യാത്മികതയിലേക്ക് കടക്കാണ് ഈ സന്ദർഭത്തിൽ. അവരും പറയണതല്ലേ, നമ്മുടെ ഇപ്പോൾ പുരാണ ഗ്രന്ഥങ്ങളിലും വേദഗ്രന്ഥങ്ങളിലും ഒക്കെ പറഞ്ഞിരിക്കണം എന്താ, ഈ പുറം ലോകം എന്ന് പറയുന്നത് മായയാണ്, ഇത് യാഥാർത്ഥ്യമല്ല എന്നുള്ളത് അവർ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞു വെച്ചിട്ട് പോയി. അത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. അതിൻ്റെ തിയറി എന്താണെന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. പക്ഷെ ഇന്ന് സയൻസ് പറയുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ വ്യക്തമാകുകയാണ്. അപ്പോൾ സയൻസും ആധ്യാത്മികതയും കൂടെ ചേർന്ന് പറഞ്ഞു തരുന്ന കാര്യം, ഈ പുറം ലോകം, നമ്മൾ ജീവിക്കുന്ന ഈ പുറം ലോകം, നമ്മുടെ ജീവിതം തന്നെ അയഥാർത്ഥമാണ്, യാഥാർത്ഥ്യമല്ല എന്നുള്ളൊരു ധാരണയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ഇതിൽ പറയണത്, ആധ്യാത്മികതയിൽ പറയുന്നത് ബ്രഹ്മൻ, അതായത് ഒരു കാര്യം മാത്രമേ ഈ ലോകത്തുള്ളൂ, ഒന്ന് മാത്രമേ ഉള്ളൂ, യാഥാർത്ഥ്യമായിട്ടുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ഒന്ന് മാത്രം എന്ന് പറയുന്ന ഇതിനാണ് ബ്രഹ്മൻ എന്ന് അവർ പേരിട്ടിരുന്നത്. അതിൽ നിന്നാണ് എല്ലാം ഉത്ഭവിക്കുന്നത്. അത് മാത്രമേ യാഥാർത്ഥ്യമായിട്ടുള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ ഈ പറഞ്ഞ സൃഷ്ടിയുടെ ഒരു പ്രോസസ്സിൽ ഉണ്ടായിട്ടുള്ള സംഗതികൾ മുഴുവൻ അയഥാർത്ഥമാണ് എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു വരുന്നതെന്ന് പറയുമ്പോൾ സയൻസിൽ അവർ പറയണത്, വീണ്ടും സയൻസിലേക്ക് വരികയാണ്. സയൻസിൽ പറഞ്ഞെന്താ വെച്ചാൽ, ഈ പറഞ്ഞ കാര്യം കുറേ കൊല്ലങ്ങൾക്ക് മുമ്പേ ഒബ്സർവർ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി അവർ കണ്ടുപിടിച്ചു ശാസ്ത്രജ്ഞന്മാർ. ഒബ്സർവർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സംഗതി ഒരു വസ്തുവായിട്ട് മാറുന്നത്, ഒരു പദാർത്ഥമായിട്ട് മാറുന്നത് നമ്മുടെ ബോധം അതിലേക്ക് ചെലുത്തുമ്പോഴാണ്. ഏതിലേക്ക്? ആ വസ്തുവായിട്ട് മാറുന്നത് വരയ്ക്കും ഈ ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഊർജമാണ്. ഊർജത്തിന്റെ തരംഗങ്ങളാണ് ഇവിടെ ഉള്ളത്. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വസ്തുവായിട്ട് മാറുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മുടെ ബോധം അതിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ്. അതാണ് ഒബ്സർവർ എഫക്റ്റ് എന്ന് പറയുന്നത്. അതിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റും ഉണ്ട്. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ്. അത് വെച്ചിട്ടാണ് അത് തെളിയിക്കുന്നത് ഇങ്ങനെയാണെന്നത്. എന്ന് വെച്ചാൽ അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രോൺസ് ഇങ്ങനെ അയക്കുകയാണ്. ഒരു സ്ക്രീൻ വെച്ചിട്ട് അതിൽ 2 സ്ലിറ്റ്, 2 ഓട്ടകൾ, നീളത്തിൽ 2 ഓട്ടകൾ ഇട്ടിട്ട് അതിൻ്റെ പിന്നിൽ വേറൊരു സ്ക്രീൻ വെച്ചിട്ട് ഇതിൽ കൂടെ ഈ ഇലക്ട്രോൺസിനെ ഇങ്ങനെ അയക്കുകയാണ്.
ഇത് ഈ ഓട്ടകളിൽ കൂടി ഈ വിടവുകളിൽ കൂടി പോയിട്ട് അപ്പുറത്തെ സ്ക്രീനിൽ പോയി വീഴും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു വസ്തുവാണല്ലോ, പാർട്ടിക്കിൾ. അപ്പൊ ഈ പാർട്ടിക്കിൾസ് പോണ സമയത്ത് അത് 2 ലൈൻ അപ്പുറത്ത് വരും. കാരണം ഇതിൽ കൂടെ പോയാൽ ഇത് അവിടെ സ്ട്രൈക്ക് ചെയ്യും, ഇപ്പുറത്തെ ഓട്ടയിൽ കൂടെ പോയാൽ അത് അപ്പുറത്ത് സ്ട്രൈക്ക് ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ ഇത് എത്രത്തോളം നമ്മൾ അയച്ചാലും അവിടെ 2 ലൈനേ വരാൻ പാടുള്ളൂ. പക്ഷെ ഇവർക്ക് അത്ഭുതകരമായിട്ട് ഈ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ 2 ലൈനല്ല, അവിടെ ഒരുപാട് ലൈൻസ് ആണ്, ഇങ്ങനെ വെർട്ടിക്കൽ ലൈൻസ് ആണ്. അതിന് ഇൻറഫറൻസ് പാറ്റേൺ എന്ന് പറയും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പാർട്ടിക്കിളായിട്ട് പോകുകയാണെങ്കിൽ, വസ്തുവായിട്ട് പോകുകയാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി കറക്റ്റായിട്ട് ആ 2 ഓട്ടകൾക്ക് നേരെ മാത്രമേ അത് പോയി പതിക്കുകയുള്ളൂ മറ്റേ സ്ക്രീനിൽ. അപ്പോൾ ഈ 2 ലൈനേ വരുള്ളൂ. നേരെ മറിച്ച് അത് പാർട്ടിക്കിളായിട്ടല്ല പോകണമെന്ന് വെക്കുക, അത് തരംഗങ്ങളായിട്ട് പോകണമെങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓട്ടയിൽ കൂടെ ഇലക്ട്രോൺ പോകുമ്പോൾ അത് തരംഗമായി മാറുന്നു, ഇപ്പുറത്തൂടെ പോകുന്ന സമയത്തും അത് തരംഗമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കുളത്തിലൊക്കെ കല്ലിട്ട് കഴിഞ്ഞാൽ, 2 കല്ല് ഇടുകയെന്ന് വിചാരിക്കുക, ആ 2ന്റെ ഓളങ്ങൾ ഇങ്ങനെ ചേർന്ന് പോയിട്ട് അതിന് നടുകൂടെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പൊങ്ങി വരും, ലൈൻമാര് വരും. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയില്ലേ. അപ്പൊ അതാണ് ഈ ഇന്റർഫറൻസ് പാറ്റേൺ എന്ന് പറയുമ്പോൾ അതിന് അവർ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇലക്ട്രോൺസ് അയച്ചു കഴിഞ്ഞാൽ അത് പോണത് തരംഗങ്ങളായിട്ടാണ്, വേവ് ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഊർജത്തിന്റെ വേവ് ആയിട്ടാണ് അത് മാറുന്നത്. അപ്പൊ നമ്മൾ നോക്കാത്ത സമയം വരയ്ക്കും ഇത് മുഴുവൻ വെറും ഊർജത്തിന്റെ തരംഗങ്ങളായിട്ടാണ് ഈ പാഠത്തിലുള്ളതൊക്കെ നിൽക്കുന്നത്. നോക്കണ സമയത്ത് നമ്മുടെ ബോധം ഉപയോഗിച്ചിട്ടാണ്, ആ ബോധം എന്ന് പറയുന്ന ഊർജം ഉപയോഗിച്ചിട്ടാണ് ഈ ഊർജത്തിന്റെ പ്രവാഹമായിട്ടുള്ള അല്ലെങ്കിൽ തരംഗമായിട്ടുള്ളത് വസ്തുവായിട്ട് മാറുന്നത്. സൃഷ്ടി നടക്കുന്നത് അങ്ങനെയാണെന്നുള്ളതാണ് ഇതിൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. ആൻഡ് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അപ്പൊ ഈ നമ്മൾ ഈ കാണുന്ന വസ്തുക്കൾ മുഴുവൻ വാസ്തവത്തില് ഊർജത്തിന്റെ വേറൊരു ഭാവമാണ്, വേറൊരു എന്താ പറയുക, വേറൊരു രീതിയിൽ മാറുകയാണ്, വേറൊരു നിലയിലേക്ക് മാറുകയാണ് ഊർജത്തിന്റെ തരംഗങ്ങളെല്ലാം. അത് യാഥാർത്ഥ്യമല്ല എന്നുള്ളതാണ് ഇപ്പൊ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അതെന്ന് വെച്ചാൽ അത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് മാത്രമേ ആ വസ്തുവായിട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഇതില് വേറൊരു തിയറി എന്താന്ന് വെച്ചാൽ, സയൻസിൽ വരുന്ന വേറൊരു തിയറി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ എന്ത് സൃഷ്ടിച്ചാലും നമ്മളായിട്ട് സൃഷ്ടിക്കുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ബ്രഹ്മാണ്ടത്തിൽ സൃഷ്ടിയായിട്ട് വന്നു ഭവിക്കുന്നത് മുഴുവൻ നാശമായിട്ടും പോകും കുറച്ച് കഴിയും. എൻട്രോപ്പി എന്ന് പറഞ്ഞൊരു തിയറിയാണത്. എന്ത് നമ്മൾ സൃഷ്ടിച്ചാലും, എന്ത് സൃഷ്ടിയിൽ വന്നാലും അത് മുഴുവൻ ആ സൃഷ്ടി, സ്ഥിതി, സംഹാരം ഈ 3 നിലകളിൽ കൂടി പോകും എന്നുള്ളത് ശാസ്ത്രം അംഗീകരിച്ചുള്ള സംഗതിയാണ്, ആധ്യാത്മികതയും അംഗീകരിച്ചുള്ള സംഗതിയാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നുള്ളത് നമ്മൾ ആധ്യാത്മികതയിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. എൻട്രോപ്പി എന്നുള്ളത് സയൻസിലും മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഇത് നിരന്തരമായിട്ട് നിൽക്കുന്നതല്ല ഇതൊന്നും. അപ്പൊ അതെന്താ സംഭവിക്കണേ, ഇത് സൃഷ്ടിയാകുന്ന സമയത്ത് ഊർജത്തിൽ നിന്ന് ഒരു വസ്തുവായിട്ട് മാറുന്നു, സ്ഥിതിയായിട്ട് അത് എത്ര നാൾ ജീവിക്കണോ അത്ര നാൾ അങ്ങനെ ജീവിക്കുന്നു. അത് കഴിഞ്ഞ് സംഹാരം എന്ന് പറയുന്ന സ്റ്റേജ് വരുമ്പോൾ അത് വീണ്ടും ഈ ഊർജത്തിന്റെ തരംഗത്തിന്റെ നിലയിലേക്ക് പോവുകയാണ്, തിരിച്ചങ്ങോട്ടാണ് പോണത്. അപ്പൊ എന്നിട്ട് പിന്നെ അതിൽ നിന്ന് നമ്മൾ ആധ്യാത്മികതയിലും ശാസ്ത്രത്തിലൊക്കെ പറയുന്ന കാര്യം, ഈ ഊർജം വരുന്നത് എവിടെ നിന്നാണ്? അപ്പൊ ഊർജം വരുന്നത് ഈ ബ്രഹ്മൻ എന്ന് പറയുന്ന ആ സിംഗിൾ സംഗതിയാണ്. അപ്പൊ അതിന് സയൻസിൽ എന്താ അവർ പറയണത് വെച്ചാൽ, സയൻസിന് മുമ്പേ അത് അംഗീകരിച്ചിരുന്നില്ല. ബ്രഹ്മനും അതിൽ നിന്നാണ് ചുറ്റി വരുന്ന കാര്യങ്ങളൊന്നും ശാസ്ത്രജ്ഞന്മാർ അംഗീകരിച്ചിരുന്നില്ല. ഇന്ന് ശാസ്ത്രജ്ഞന്മാരും പറയുന്നത് എന്താ വെച്ചാൽ, ഇത് മുഴുവൻ വരുന്നത് ഈ ഒറ്റ ഇതിൽ നിന്നാണ്. അതിനെ സിംഗുലാരിറ്റി എന്ന് സയൻസിൽ വിളിക്കും. ഈ സിംഗുലാരിറ്റി എന്നാണ് ഈ മൾട്ടിപ്ലിസിറ്റി മുഴുവൻ വരുന്നത് എന്നുള്ളത് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ ഇതിന്റെ ഒരു ബ്രോഡർ നോക്കി ഈ എന്താ പറയാ, യാഥാർത്ഥ്യത്തിന്റെ സംഗതി എന്താണെന്നുള്ളത് കുറച്ച് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുകയാണ്. ഈ ശാസ്ത്രവും ആത്മീയതയും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് നമ്മൾ സംസാരിക്കുമ്പോൾ, കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ. അപ്പൊ അതിന് നമ്മൾ മനസ്സിലാക്കണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ബ്രഹ്മൻ എന്ന് പറയുന്ന ഈ അൾട്ടിമേറ്റ് ബീയിങ്, അതായത് ഏറ്റവും, അത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല, ഏറ്റവും ഉന്നത സ്ഥിതിയിൽ നിൽക്കുന്ന ആ ഒരു അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ പിന്നെ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്, ശാസ്ത്രവും ആധ്യാത്മികതയും കൂടെ ചേർത്തി. അതില് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആ സ്ഥിതിയിൽ, ആ ബ്രഹ്മന്റെ സ്ഥിതിയിൽ അല്ലെങ്കിൽ സിംഗുലാരിറ്റി എന്ന് പറയുന്ന സ്ഥിതിയിൽ അതിന്റെ അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അത് സാധ്യതകളുടെ ഒരു കൂമ്പാരമായിട്ടാണ് അത് നിൽക്കുന്നത്. അവിടെ വസ്തുക്കളൊന്നുമില്ല. മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ, അത് നമ്മൾ ഒരു പദാർത്ഥമായിട്ടോ അല്ലെങ്കിൽ ഒരു വസ്തുതയായിട്ടോ ഒന്നും അവിടെ ഇല്ല. അവിടെ ഉള്ളത് മുഴുവൻ എന്താ വെച്ചാൽ തരംഗങ്ങളാണ്,
ഫ്രീക്വൻസിയാണ്. അപ്പോൾ അത് സാധ്യതകളുടെ ഒരു കുമ്പാരമായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പം ആ സാധ്യതകളുടെ ആ ഒട്ടുമൊത്തമായിട്ട് നിൽക്കുന്ന ആ ഒരു ഇതിൽ നിന്ന് സൃഷ്ടി തുടങ്ങുന്ന സമയത്ത് അവർ പറയണത് ആദ്യം എനർജിയാണ് പുറത്തേക്ക് വരുന്നത്, ഊർജമായിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആ സാധ്യതകളുടെ നിലയിൽ അതിൻ്റെ കൂടെയുള്ള സംഗതികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെ സാധ്യതകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സർഗാത്മക ശക്തിയുണ്ട്, ക്രിയാത്മക ശക്തിയുണ്ട്, ഊർജമുണ്ട്, യൂണിവേഴ്സൽ ലവ്, സാർവലൗകിക സ്നേഹം, സാർവലൗകിക ഊർജം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ആലോചിച്ച് പോലും സങ്കല്പിക്കാൻ പോലും പറ്റുന്ന കാര്യങ്ങളുടെ മുഴുവൻ ഊർജത്തിന്റെ ശക്തി അവിടെ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ഊർജമായിട്ട് ആദ്യം പുറത്തേക്ക് വരികയാണ്. അപ്പൊ ഊർജം ഒരു സിംഗിൾ സ്ട്രീം ആയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് സൃഷ്ടിയിൽ താഴത്തേക്ക് വരുന്തോറും അത് പല തരത്തിലുള്ള ബ്രാഞ്ചസ് ആയിട്ട് മാറുകയാണ്. അപ്പൊ ഈ പലതരത്തിലുള്ള എന്താ പറയുക ശ്രേണികളായിട്ട് മാറുന്നു എന്നുള്ള കാര്യം നമ്മുടെ ആധ്യാത്മികതയിൽ മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ സയൻസ് ഇന്ന് അത് അംഗീകരിക്കുന്നു. ഇന്ന് അവർ അംഗീകരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഫീൽഡ് എന്നാണ് അവർ പറയണത്. ഒരുപാട് ഫീൽഡ്സ് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽപ്പുണ്ട്. ആ ഫീൽഡ് എനർജിയുടെ ഫീൽഡ്സ് ആണ്. പക്ഷെ എനർജി എന്ന് പറഞ്ഞാൽ എനർജി പലതരത്തിലാണ്. നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഉദാഹരണത്തിന് ഗ്രാവിറ്റിയുടെ ഫീൽഡ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്, വീക്ക് ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫീൽഡ്, ഹിഗ്സ് ബോസൺ ഫീൽഡ്, അതാണ് അത്ര ഭാരം കൊടുക്കുന്ന ഫീൽഡാണത്. ഇങ്ങനെ ഈ 10-17 ഫീൽഡുകൾ ഇപ്പൊ തന്നെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഫീൽഡ് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നിറഞ്ഞു നിൽക്കുകയാണ് ഈ ബ്രഹ്മാണ്ടത്തിൽ. അതിൽ നിന്നാണ് ഇത് മുഴുവൻ സൃഷ്ടിയായിട്ട് നമ്മൾ കാണുന്ന പുറം ലോകത്തുള്ള സൃഷ്ടിയായിട്ട് മാറുന്നത് മുഴുവൻ ഈ ഫീൽഡിൽ നിന്നാണ്. അപ്പോൾ ഫീൽഡിൽ നിന്ന് പുറം ലോകത്തേക്ക് വരുമ്പോൾ ആദ്യം എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോധത്തിന്റെ ഈ ശക്തി മനുഷ്യന്റെ ഉള്ളിൽ, ഓരോ മനുഷ്യന്റെ ഉള്ളിലുള്ള ബോധത്തിന്റെ ശക്തി ഉപയോഗിച്ചാണ് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഊർജത്തിന്റെ ഫീൽഡിൽ നിന്ന്. പക്ഷെ സൃഷ്ടി തുടങ്ങണ സമയത്ത് ഇതെല്ലാം നിൽക്കുന്ന ബ്രഹ്മൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോധത്തിന്റെ ശക്തി ഉപയോഗിച്ച് സൃഷ്ടിയിലുള്ള കാര്യങ്ങൾ മുഴുവൻ ഉണ്ടാക്കുകയാണ് ഈ ഊർജത്തിൽ നിന്ന്. അങ്ങനെയാണ് ഈ സൃഷ്ടി ഉണ്ടായി വരുന്നത്. അപ്പോ ഇതാണ് ഈ ബ്രഹ്മന്റെ അവസ്ഥയിൽ നിന്ന്, ബ്രഹ്മത്തിൽ നിന്നാണ് നോക്കി കാര്യങ്ങൾ മുഴുവൻ കിട്ടുന്നത്. എല്ലാം നമുക്ക് ഉണ്ടാക്കി വരുന്നത് മുഴുവൻ ബ്രഹ്മന്റെ ബോധശക്തിയിൽ നിന്നാണ് ഇത് മുഴുവൻ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് സംഗതി. ഇതില് നമ്മൾ വേറൊരു അത്ഭുതകരമായിട്ട് സംഗതികൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും മനസ്സിലാക്കാത്ത ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ കാണുന്നത് മുഴുവൻ ബോധം കൊണ്ടാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഇതൊന്നുമില്ല. അപ്പൊ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ സൃഷ്ടി തുടങ്ങുന്ന സമയത്ത് ഈ ബ്രഹ്മൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ആ സ്ഥിതി, ബ്രഹ്മന്റെ സ്ഥിതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആധ്യാത്മികതയിൽ നമ്മുടെ മാസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നത്തിങ്നെസ്, സ്റ്റിൽനെസ് ആൻഡ് സൈലൻസ്. അതായത് ഒന്നുമില്ലാത്ത ഒരവസ്ഥ, നിശ്ചലത, നിശബ്ദത, ഇതാണ് ആ ബ്രഹ്മന്റെ സ്ഥിതി, അതിന്റെ നില അതാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ബ്രഹ്മന്റെ സ്ഥിതിയിൽ നിന്ന് അതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിച്ച് മീൻസ് ഇറ്റ് ഇസ് എ പൊട്ടൻഷ്യൽ സ്റ്റേറ്റ്, സാധ്യതകളുടെ ഇതായിട്ട് നിൽക്കുകയാണ്. അത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ നിശ്ചലത വേണ്ട, നമുക്കൊന്ന് ചലനാത്മകമാകാം, കൈനറ്റിക് എനർജി ആകാം എന്നുള്ള നിലയ്ക്ക് കൈനറ്റിക് മൂവ്മെന്റ് വരുമ്പോഴാണ് അത് പ്രകൃതിയായിട്ട് മാറുന്നത്. അപ്പോൾ ബ്രഹ്മന്റെ വേറൊരു അവസ്ഥയാണ് വാസ്തവത്തിൽ പ്രകൃതി. ഇത് രണ്ടും രണ്ടല്ല. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന രണ്ട് തരത്തിലായതുകൊണ്ട് രണ്ടും രണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ ഉത്ഭവസ്ഥാനം ഒന്നാണ്. ആ ബ്രഹ്മന്റെ അതിൽ നിന്നാണ് ആക്ച്വലി ബ്രഹ്മൻ ചലനാത്മകമാകുമ്പോൾ ഉണ്ടാകുന്നതാണ് പ്രകൃതി. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആദ്യം ചെയ്യുന്നത് തന്നെ ഈ പ്രകൃതിയിൽ അത് ഉണ്ടാക്കുന്നത് തന്നെ 3 അവസ്ഥാത്രയങ്ങളാണ് 3 ഒന്ന് വേക്കിംഗ് കണ്ടീഷൻ, ഡ്രീമി കണ്ടീഷൻ, സുഷുപ്തി അവസ്ഥ. അതായത് ഉണർന്ന നിലയിലുള്ള അവസ്ഥ, സ്വപ്നാവസ്ഥ, പിന്നെ സുഷുപ്തി അവസ്ഥ, 3. അപ്പൊ ഈ 3 അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 3 ശരീരങ്ങളായിട്ട് മാറുകയാണ് സൃഷ്ടിയിൽ. നമ്മള് ഭൗതിക ശരീരം, സ്ഥൂല ശരീരം, ആ സ്ഥൂല ശരീരം, പിന്നെ സൂക്ഷ്മ ശരീരം സ്വപ്നാവസ്ഥയിലുള്ളത്, കാരണ ശരീരം. അപ്പൊ ഈ 3 അവസ്ഥാത്രയങ്ങൾ വന്ന് 3 ശരീരങ്ങളായിട്ട് മാറി അത് 3 ലോകങ്ങളായിട്ട് നമ്മൾ കാണുക. അപ്പോൾ ഭൗതിക ശരീരത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ വഴിയാണ് നമ്മുടെ ബോധം ഇതിലെല്ലാത്തിലും നമ്മൾ അനുഭവിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ബോധം വരുമ്പോഴാണ്. അപ്പൊ ഇന്ദ്രിയങ്ങൾ വഴി ബോധം പുറത്തേക്ക് വരുമ്പോൾ ഈ പുറം ലോകം പ്രത്യക്ഷപ്പെടുകയാണ് നടക്കില്ല. ആ ബോധമാണ് അത് സൃഷ്ടിക്കുന്നത്. അതാണ് ഈ ഒബ്സർവർ എഫക്റ്റ് എന്ന് പറയുന്നത്. ആ ബ്രഹ്മൻ എന്ത് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ബ്രഹ്മന്റെ കയ്യിലുള്ള ഒബ്സർവർ എഫക്റ്റ് വെച്ചിട്ട് സൃഷ്ടി തുടങ്ങുകയാണ്. അങ്ങനെയാണ് ഈ ബോധം ഉപയോഗിച്ച് ഈ സൃഷ്ടിയിലുള്ള കാര്യങ്ങൾ മുഴുവൻ സൃഷ്ടിച്ചു വിടുകയാണ്. നമ്മൾ മനുഷ്യരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലും ഈ സങ്കല്പ ശക്തി, ഈ ഒബ്സർവർ എഫക്റ്റിന്റെ ശക്തി ഉള്ളത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളും ചെയ്യും.
ഇങ്ങനെയാണ് ഈ ബ്രഹ്മാണ്ടം അല്ലെങ്കിൽ ഈ പുറം ലോകം മുഴുവൻ നമ്മൾ സൃഷ്ടിച്ചെടുത്തത്. അപ്പോൾ സ്വപ്നാവസ്ഥയിൽ അതേപോലെ. സ്വപ്നാവസ്ഥയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോധം ഈ സൂക്ഷ്മ ശരീരത്തിൽ കൂടി സട്ടിൽ ബോഡിയിൽ കൂടെ പോകുമ്പോഴാണ് സ്വപ്ന ലോകമാകുന്നത്. നമ്മൾ നമ്മുടെ ആധ്യാത്മികതയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ സ്പിരിച്വൽ ലെസൺസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സട്ടിൽ ബോഡി, സൂക്ഷ്മ ശരീരം, എന്തൊക്കെയാ അതിലുള്ളത്? ചിത്തം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. അപ്പൊ ഇതില് ഈ മൂന്നെണ്ണവും ചിത്തം, മനസ്സ്, ബുദ്ധി എന്നുള്ളത് ബ്രഹ്മന്റെ കയ്യിലുള്ളത് തന്നെയാണ്. അതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അഹങ്കാരം മാത്രം നമ്മൾ ഉണ്ടാക്കിയെടുത്തതുമാണ്. അഹങ്കാരം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ന ഭാവം വന്നു കഴിയുമ്പോഴേക്കും നമുക്കത് അഹങ്കാരമായിട്ട് മാറുകയാണ്. അപ്പോ ഈ മൂന്ന് ലോകങ്ങളും തന്നെ ഉണ്ടാകുന്നത് ബോധം ഈ മൂന്ന് ശരീരങ്ങളിൽ കൂടി അല്ലെങ്കിൽ മൂന്ന് ശരീരങ്ങളിലുള്ള ഉപാധികളിൽ കൂടി പോകുമ്പോൾ സങ്കല്പത്തിൽ ഉണ്ടാകുന്ന സംഗതികളാണ് ഈ ഭൗതിക ലോകവും സ്വപ്ന ലോകവും സൂക്ഷ്മലോകവും. അപ്പൊ ഈ സൂക്ഷ്മലോകത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മറ്റതൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ സ്വപ്ന ലോകം അല്ലെങ്കിൽ ഭൗതിക ലോകം ഞാൻ പറഞ്ഞ പോലെ അത് മായയാണ്. അത് വാസ്തവത്തിൽ നിലനിൽക്കുന്ന സംഗതിയല്ല. ഇന്നുണ്ടാവും, നാളെ ഉണ്ടാവും, മറ്റന്നാൾ ഇല്ലാതാവും. അങ്ങനെയാണ് അത്. അതിന്റെ ഘടന അങ്ങനെയാണ്, അതിന്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിന് അങ്ങനെയാണ്, അങ്ങനെ പോകും. അപ്പോൾ പക്ഷെ സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥ, കാരണ ശരീരത്തിൽ നമ്മൾ പോയി നിൽക്കുന്ന അവസ്ഥയാണ് സുഷുപ്തി. ആ സുഷുപ്തിയിൽ നമുക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപാധികളൊന്നുമില്ല. അവിടെ ബോധത്തിന്റെ പരിശുദ്ധമായിട്ടുള്ള നിലയാണ് സുഷുപ്തി. പരിശുദ്ധ ബോധത്തിന്റെ അവസ്ഥയാണ് സുഷുപ്തിയിലുള്ളത്. അപ്പൊ ആ സുഷുപ്തിയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ യാഥാർത്ഥ്യത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ് സുഷുപ്തി. അതുകൊണ്ടാണ് നമുക്കതിൽ ഏറ്റവും നമുക്ക് സന്തോഷവും സംതൃപ്തി സമാധാനവും ഉണ്ടാവുന്നത്. കാരണം അതിൻ്റെ അവസ്ഥ അതാണ്. സന്തോഷവും സമാധാനവും സംതൃപ്തിയുമുള്ള അവസ്ഥയാണ് ഈ കാരണ ശരീരത്തിനുള്ളത് അല്ലെങ്കിൽ ബ്രഹ്മനുള്ളത്. അപ്പൊ ആ ബ്രഹ്മന്റെ അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത് എപ്പോഴും നമ്മൾ സുഷുപ്തി അവസ്ഥയിൽ പോകുന്ന സമയത്താണ് നമുക്ക് സംഭവിക്കുന്നത്. അപ്പൊ ഇത് ഈ സമാധാനവും സംതൃപ്തിയും സന്തോഷവും നമുക്ക് എപ്പോഴും വേണമെങ്കിൽ നമ്മൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി നമ്മൾ അതിലേക്ക് പോകാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അപ്പൊ അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് ദിവസവും ഉറക്കത്തിൽ നമ്മൾ ഈ സുഷുപ്തിയിലേക്ക് നമ്മുടെ മാസ്റ്റേഴ്സ് കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് നമ്മുടെ എത്തിപ്പെടേണ്ട സ്ഥലം എന്ന് പറയുന്നത് അതാണ്, സുഷുപ്തി അവസ്ഥയാണ്. ആ സുഷുപ്തി അവസ്ഥയിൽ നമ്മൾ ഓരോ സിറ്റിങ്ങിൽ ഇരിക്കുമ്പോഴും നമ്മൾ അബ്സോർബ്ഡ് ആയി കഴിയുന്ന സമയത്ത് സിറ്റിങ്ങിൽ നമ്മൾ ലയിച്ചു കഴിയുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന അവസ്ഥയാണത്, നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥയാണത്. പക്ഷേ നമ്മൾ അനുഭവിക്കുന്നില്ല. എന്താ കാരണം വെച്ചാൽ നമ്മൾ ബോധം ഉണർത്തിയല്ല അവിടെ നിൽക്കുന്നത്. ബോധം ഉറങ്ങുകയാണ് ആ സമയത്ത്. നമ്മുടെ ബോധം ഉറങ്ങുകയാണ്. ബോധം ഉറങ്ങുമ്പോൾ നമുക്ക് അനുഭവം ഉണ്ടാവില്ല. ബോധം നമ്മുടെ ഉള്ളിൽ വന്ന് നിന്ന് നമ്മൾ എന്ത് കാണിക്കുന്നുവോ അത് നമ്മൾ കാണുമ്പോൾ മാത്രമേ നമുക്കത് അനുഭവമായിട്ട് മാറും. പുറം ലോകം ഒരു അനുഭവം ആകണമെങ്കിൽ ബോധം ഈ ഉപാധികളിലൊക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൊക്കെ നിൽക്കണം. സ്വപ്ന ലോകം നമുക്കൊരു എന്താ പറയുക യാഥാർത്ഥ്യമാകണമെങ്കിൽ ഈ സട്ടിൽ ബോഡിയിൽ സൂക്ഷ്മ ശരീരത്തിൽ നമ്മുടെ ബോധം നിൽക്കണം. അതേപോലെ കാരണ ശരീരത്തിൽ നമ്മൾ ബോധം നിൽക്കുമ്പോൾ നമുക്ക് ബോധം ഉണർന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബ്രഹ്മന്റെ അനുഭൂതി നമുക്കുണ്ടാവും. അവിടെ നമുക്ക് നിൽക്കാൻ പറ്റിയാൽ, സ്ഥിരമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റിയാൽ നമുക്ക് സന്തോഷവും സംതൃപ്തി സമാധാനം എപ്പോഴും ഉണ്ടാവും. ഇത് നമുക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ മെഡിറ്റേഷനിൽ ഓരോ ദിവസവും നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന വിധി പ്രകാരം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ, പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ അവസ്ഥയിലേക്ക് ഓരോ ദിവസവും നമ്മളെ കൊണ്ടുപോകും. അത് ആ സമയത്ത് നമ്മുടെ ബോധം ഉണർന്നിരിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കത് എന്താ പറയുക കയ്യിൽ വെക്കാൻ പറ്റുള്ളൂ, നമ്മളോട് ചേർത്ത് പിടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് ബോധം ഉണർന്നിരിക്കാത്തതുകൊണ്ട് നമുക്കത് അവസ്ഥ നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ട് നമ്മളത് വിടുകയാണ്. അല്ലെങ്കിൽ നമുക്ക് വിചാരിക്കും നമ്മൾ ഉറങ്ങിപ്പോയതാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഒന്നും മനസ്സിലാകാതെ നമ്മൾ ഇന്ന് പുറത്തു വരും. അപ്പോൾ പഴയമാതിരി വീണ്ടും പഴയ പുറം ലോകത്തേക്കും സ്വപ്ന ലോകത്തേക്കും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കും. നമുക്ക് ഈ കൈ കിട്ടിയ സംഗതി നമ്മൾ നഷ്ടപ്പെടുത്തും. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഈ കാര്യങ്ങൾ നടന്നു പോകുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബോധം എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കി ആ ബോധം എവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്നുള്ളത് നമ്മൾ അറിയണം. ഇത് അനുഭവമാക്കി മാറ്റണം. അപ്പോൾ ബോധം നമ്മൾ പുറം ലോകത്തുള്ളിടത്തോളം കാലം നമ്മൾ ഈ മായാലോകത്തെ ഉണ്ടാവുള്ളൂ. കാരണം അത് യാഥാർത്ഥ്യമല്ല. ബോധം നമ്മുടെ സ്വപ്ന ലോകത്തിലുള്ളിടത്തോളം കാലം നമ്മൾ അതും യാഥാർത്ഥ്യമല്ലാത്തൊരു ലോകത്തിലാണ് ഉണ്ടാവുക. ബോധം സൂക്ഷ്മ ശരീരത്തിൽ നിർത്തുകയാണെങ്കിൽ, അതായത് കാരണ ശരീരത്തിൽ നിർത്തുകയാണെങ്കിൽ, സൂക്ഷ്മ ശരീരമല്ല കാരണ ശരീരത്തിൽ നിർത്തുകയാണെങ്കിൽ
നമ്മൾ ഈ ബ്രഹ്മന്റെ അവസ്ഥ നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ കൊണ്ടുനടക്കാൻ പറ്റും. അപ്പൊ ഇതില് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വേറൊരു ഭംഗി ആയിട്ടൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ബ്രഹ്മന്റെ അവസ്ഥ എന്താണോ അതേ അവസ്ഥയിലാണ് സൃഷ്ടിയിലുള്ളത് എല്ലാം തന്നെ. ഹോളോഗ്രാഫിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അത് എങ്ങനെയുണ്ടോ അതിന്റെ മോഡലിലാണ് സൃഷ്ടിയിലുള്ളത് എല്ലാത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ മനുഷ്യന് ഫോർ എക്സാമ്പിൾ, മനുഷ്യന്റെ ഉള്ളിൽ ഈ പറഞ്ഞ സാധ്യതകളുടെ എല്ലാം ഒരു കൂമ്പാരമായിട്ടാണ് മനുഷ്യനുള്ളത്. സർഗാത്മ ശക്തി അതിനകത്തുണ്ട്. എന്താ പറയുക, യൂണിവേഴ്സൽ ലവ്, സാർവലൗകിക സ്നേഹമുണ്ട്, സാർവലൗകിക ഊർജമുണ്ട്. ഇതിന്റെ ഒക്കെ ഭാഗങ്ങള് കുറേശ്ശെ നമ്മുടെ ഉള്ളിലുണ്ട്. മുഴുവനായിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ പ്രശ്നം. പക്ഷെ കുറേശ്ശെ നമ്മുടെ ഉള്ളിലുണ്ട് അത്. അപ്പൊ അത് ഉദാഹരണത്തിന് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി അങ്ങനെ നമ്മൾ ചെയ്യാം. ക്രിയാത്മകം എന്ന് പറഞ്ഞു, ബ്രഹ്മൻ സൃഷ്ടി എങ്ങനെ ചെയ്തിരിക്കണോ അതുമാതിരിയാണ് നമ്മൾ ഉണ്ടാക്കുന്ന സൃഷ്ടി തന്നെ ഉണ്ടാക്കുന്നത്. ഒരു ഉദാഹരണത്തിന് നമ്മളൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. മനുഷ്യൻ എന്താ പറയുക, ശാസ്ത്ര ഗവേഷണങ്ങൾ നടത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഈ ബ്രഹ്മന്റെ മാതിരി തന്നെ അതേ മോഡലിലാണ് വാസ്തവത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കമ്പ്യൂട്ടറിൽ നമുക്ക് എന്താ പറയുക, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉണ്ടാക്കിയ സൃഷ്ടി ബ്രഹ്മന്റെ മോഡലിലാണ്. ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ബ്രഹ്മനാണ്. ബ്രഹ്മനിൽ കൂടിയാണ് ഇതൊക്കെ നടക്കുന്നത്. അതേമാതിരി അതിന്റെ ആപ്ലിക്കേഷൻസ്, കമ്പ്യൂട്ടറിൽ ആപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട്. നമ്മുടെ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് അതാണ്, ആപ്ലിക്കേഷൻസ് ആണ്. അതിനകത്തുള്ള ബോധം, അതിനകത്തുള്ള മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇതൊക്കെ ഓരോ ആപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ ഉള്ളിലുള്ള സൂക്ഷ്മ ശരീരത്തിലുള്ളത്. അത് ഉപയോഗിച്ചിട്ടാണ് കമ്പ്യൂട്ടറിൽ അത് വർക്ക് ചെയ്യണത്. അതേമാതിരി ഡിസ്പ്ലേ സീൻസ് ആണ് നമ്മുടെ പുറം ലോകവും സ്വപ്ന ലോകവും ഒക്കെ ബ്രഹ്മൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഡിസ്പ്ലേ ഉള്ളൂ, ഒറിജിനൽ അല്ല, അത് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഈ മോഡലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ സൃഷ്ടിയൊക്കെ. അതിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും, കമ്പ്യൂട്ടറിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും, ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ഡിസ്പ്ലേ ഉണ്ട്, എല്ലാം ഉണ്ട്. കറണ്ട് പോയാലും അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോഴേ അത് യാഥാർത്ഥ്യമാവുള്ളൂ. ആ കറണ്ടാണ് വാസ്തവത്തിൽ ബോധം. നമ്മുടെ ബ്രഹ്മാണ്ടത്തിൽ ബ്രഹ്മൻ ഉപയോഗിക്കുന്ന കറണ്ടാണ് വാസ്തവത്തിൽ ബോധം എന്ന് പറയുന്നത്. കാരണം ബോധം എവിടെ പോകുന്നോ അവിടെ മാത്രമേ യാഥാർത്ഥ്യമാവുള്ളൂ. അത് ബോധം സ്വപ്ന ലോകത്താണെങ്കിൽ അത് ആ മായ ലോകത്തായിരിക്കും നമ്മൾ ഉണ്ടാവുക, ആ രാജാവിന് പറ്റിയ മാതിരി. ബോധം സ്വപ്നാവസ്ഥയിൽ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വപ്നത്തിൽ നടക്കുന്ന കാര്യം മുഴുവൻ രാജാവിന് യാഥാർത്ഥ്യമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ പക്ഷെ അത് യാഥാർത്ഥ്യമല്ല എന്നുള്ളത് താഴെ വീണോ ഉണർന്നു കഴിയുമ്പോൾ രാജാവിന് മനസ്സിലാവുന്നു. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യത്തിൽ, നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ ആധ്യാത്മിക പരിശീലനം എന്ന് പറയുന്നത്, നമ്മൾ കണ്ണടച്ചിരുന്ന് ഈ പറഞ്ഞ സ്വപ്ന ലോകത്തിൽ നിന്നും പുറം ലോകത്തിൽ നിന്നും വിട്ടുനിന്ന് ആഴത്തിലുള്ള നമ്മുടെ ബ്രഹ്മന്റെ നിലയിലുള്ള നമ്മുടെ ആത്മാവ്, ബ്രഹ്മന്റെ ഒരു ഭാഗമാണ് വാസ്തവത്തിൽ ആത്മാവെന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ആത്മാവിൽ നിന്നാണ് ബോധം ഉദിക്കുന്നത്. അപ്പൊ ആ ബോധത്തിൽ ആത്മാവിൽ നമ്മൾ ഇറങ്ങി നിന്നുകൊണ്ട് ശുദ്ധബോധത്തിൽ, ബോധം അശുദ്ധമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറം ലോകത്തും സ്വപ്ന ലോകത്തും ഇറങ്ങി നിൽക്കുമ്പോഴാണ് ബോധത്തിന് അശുദ്ധി സംഭവിക്കുന്നത്. പക്ഷെ ആത്മാവിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ പരിശുദ്ധ നിലയിലാണുള്ളത്, ബ്രഹ്മന്റെ നിലയിലാണുള്ളത്. അത് യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ നിലയിൽ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും ലഭിക്കുമെന്നുള്ളതാണ് എൻ്റെ തത്വം.